നേരത്തെ എണീറ്റ ഗുഡ് മോർണിംഗ്. എവിടെ പോയി? മാർഗഴിപ്പൂവേ മാർഗഴിപ്പൂവേ ഉമ്മടി മേലെ ഒരിടം വീണ്ടും മാർഗഴിപ്പൂവേ. സിദ്ധു ആന്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ലപ്പാ, ഞാൻ പാക്കலையே. എന്നുവെച്ച്? അല്ല, രാവിലെ എണീറ്റിട്ട് ഞാനും പാക്കലേ, അതാ ചോദിച്ചേ. എന്താണ് രാവിലെ? സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ല. എവിടെ പോയി? എവിടെ പോയിന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അമ്മൂമ്മയോട് ചോദിക്കും എവിടെ പോയിന്ന്. ലച്ചു, ഒരു വേള ജോഗിങ് പോയിരിപ്പാൻ. ജോഗിങ്ങിനൊക്കെ പോവാണെങ്കിൽ അവൻ ഫോണും കൊണ്ട് പോകും. ഇത് ഫോണൊന്നും എടുത്തിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. അവൻ കുഴിപ്പള്ളത്ത് പോയതായിരിക്കും. ഇത്ര രാവിലെയാ? ഇന്നലെ രാത്രി നീ അവനുമായിട്ട് വഴക്കുമല്ലോ ഉണ്ടാക്കിയായിരുന്നു? ഇന്നലെ രാത്രി കണ്ടോ, ആലോചിക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കി? ഇല്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ലേ? എന്തുണ്ടാക്കണായിരുന്നാ? അയ്യോ വേണ്ട. എന്നാലും ഇതെവിടെ പോയി? വരും. പായും തലോണൊക്കെയായിട്ട് വിട്ടത്. ശിവരാത്രിയാണോ മുമ്പ്? അല്ല. ഗുഡ് മോർണിംഗ്. നീ പായം തലോണൊക്കെയായിട്ട് എവിടെ പോയിട്ട് വരണു? അത് ഞാനൊന്നും നടക്കാൻ വേണ്ടി പോരാ. അതല്ല, ഞാനൊരു ധൈര്യത്തിന് വേണ്ടി കരുതിയതാ. ധൈര്യത്തിക്ക് പായും തലേണയുമാ? റോഡില് മൊത്തം പട്ടികളാണല്ലോ, അതുകൊണ്ട് കരുതിയെന്ന് പറഞ്ഞാ. സത്യം പറ സിദ്ധു, എവിടെ പോയതാ? സത്യമായിട്ടും ലച്ചുസിന്റെ അടുത്ത് ഞാൻ കള്ളം പറയണേ. സത്യം. ഒന്ന് പോയാ മുന്നേ. என்ன இருக்கும்? ലച്ചുവേ, എനിക്ക് തോന്നണേ സിദ്ധു രാവിലെ നീറ്റ് ആരെങ്കിലും കാണാൻ പോണതായിരിക്കൂ. ആരെ കാണാൻ? അല്ല, ആരെങ്കിലും. അമ്മയ്യാന്ന് ഞാൻ നോക്കൂലട്ടാ, വായിലും എന്നതൊക്കെ വിളിച്ച് പറയും. നോക്കിയോ, അവൻ പറഞ്ഞല്ലോ നടക്കാൻ പോയതാണെന്ന്. പിന്നെന്താ? ഈ പായും തലണയും കൊണ്ടാണ് നടക്കാൻ പോണത്. അതാണ് ഞാൻ പറഞ്ഞേ, മനുഷ്യന്മാരുടെ കാര്യമാണ് ലച്ചു, എപ്പ വേണമെങ്കിലും മാറാം. അമ്മയുടെ കാര്യത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്നലെ കിടക്കാൻ നേരത്തെ സിദ്ധു മുറിയിൽ ഉണ്ടായിരുന്നു. லிச்சு, ஒருவேளை முறியில ரொம்ப சூடானப்போ சித்து போய் வெளியில படுத்திருப்பான். எங்க ஊர்ல எல்லாம் அப்படிதான். இந்த ரூம்ல எல்லாம் ரொம்ப சூடாகும் போது எல்லாரும் வெளியில போய் படுப்பாங்க. എല്ലാവരുടെ ഊരിലും അപ്പടിയതാ. പക്ഷെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നേ. ഞാൻ എണീറ്റപ്പോ ആളെ കാണാനില്ല. പിന്നെ നോക്കിയപ്പോ സോഫയെ കിടന്നുറങ്ങും. എന്നാ ഇത് ചൂട് തന്നെ. AC ഉണ്ടല്ലോ മുറിയില്. എന്നാ വെളിയിലത്തെ കാറ്റ് കൊള്ളാൻ വേണ്ടി പോയിരിക്കുന്നതായിരിക്കും. എന്താണ് എല്ലാരും ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അളിയൻ നടക്കാൻ പോയതിനെ പറ്റി ചർച്ച ചെയ്യുക. നിങ്ങളാരും ഇതുവരെ അത് വിട്ടില്ലല്ലേ? സിദ്ധുവേ, രാവിലെ നടക്കാൻ പോയൊക്കെ ശരി, നടക്കാൻ പോകുമ്പോ എന്തിനാണ് പായം തരണം കൊണ്ടുവന്നേ? അത് ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞായിരുന്നല്ലോ, റോഡിൽ നിറച്ച് പട്ടികളല്ലേ, ഇതാവുമ്പോ ഒരു ധൈര്യത്തിനെ കരുതിയതാ.
പട്ടിയെ കല്ലെറിഞ്ഞ് ഓടിച്ചാ പോരെ, പായും തലാണം വെച്ചെറിയണോ? കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾക്ക് നോക്കത്തില്ലടാ. ഇതാകുമ്പോ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊള്ളത്തല്ലേ ഉള്ളൂ. ആ അത് തന്നെ, ഒരു ഷീറ്റും കയ്യിലുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു മോനെ? അതെ, നിങ്ങളെല്ലാരും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നേ. ആ അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. അവൻ എന്തൊരു കള ലക്ഷണമല്ലേ? ഉണ്ട്. ഇല്ല ലച്ചു, ഒരു കള്ള ലക്ഷണവും ഇല്ല. ഇല്ല ആന്റി, അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഇതോടെ പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇല്ലേ പറ, അളിയനെ കണ്ട? ഇല്ല. ചേച്ചി അളേനെ കണ്ട? ഞാൻ കണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കൂ? ചേച്ചി കുറച്ചും കൂടെ നേരത്തേക്ക് എണ്ണീക്കാം. ഓ അമ്മമ്മ, സിദ്ധുവിനെ കണ്ട? അപ്പൊ ഇന്നും ഇല്ലേ? ഇല്ല. ആ അപ്പൊ തലാണയും കെട്ടിപ്പിടിച്ചാണ് നടക്കാൻ പോയിട്ടുണ്ടാവും. ഇല്ല, തലോണ എടുത്തിട്ടില്ലെന്നേ. എന്നാ പിന്നെ തലാണ ഇല്ലാതെ പോയിട്ടുണ്ടാവും. കരയാണ്ടി അവിടെ മുറ്റം അടിക്കുന്നുണ്ട്. ആന്റി, ആ സിദ്ധുവിനെ കണ്ട? ഇല്ലേപ്പാ, ഇന്നൊക്കെ പോനാനാ? ആ പോയി. പോയിട്ട് വരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എന്നാലും അത് അങ്ങനെയല്ലല്ലോ അമ്മൂമ്മേ. ഇവൻ രാവിലെ ഇങ്ങടാ പോണേന്ന് അറിയണ്ടേ? അവൻ പറഞ്ഞില്ലേ വച്ച നടക്കാൻ പോവാന്ന്. അതിലെനിക്ക് ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്. നിനക്കെപ്പോഴും വിശ്വാസക്കുറവാണല്ലോ. മോർണിംഗ്. മോർണിംഗ്. എവിടെ പോയതാ? ഞാൻ ജോഗിങ്ങിന് പോയതാ. ഇന്ന് പായും തലോണൊന്നും കൊണ്ടുപോയില്ലേ? ഇന്ന് സത്യത്തിൽ മറന്നുപോയി. ജോഗിങ്ങിന് പോയത് തന്നെയാ? ആ ശരിക്കും ജോഗിങ്ങിന് പോയതാ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഞാനും വരാം. അയ്യോ, അതങ്ങനെ ശരിയാവാ. ലച്ചൂസിന് ഉറങ്ങണ്ടേ? അത് കുഴപ്പമില്ല, പകല് സമയം കിട്ടുമ്പോ ഞാൻ എപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളാം. അത് കുഴപ്പമില്ല. കണ്ടമ്മ കള്ളം പറയണതാ. മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്നും പറച്ചു വെക്കണ്ടല്ലേ, പറഞ്ഞേക്കാം അല്ലേ. അമ്മൂമ്മ, എനിക്ക് സോമനാംബുലിസം ഉണ്ട്. സോംനാംബുലിസമാ? அப்படினா என்ன? அப்படினா ഈ ഉറക്കത്തിൽ നിന്നേ എണീറ്റ് നടക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നിട്ട് ഇന്നേ വരെ ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. അത് ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. കുറെ നാളുകൾക്ക് ശേഷം എന്താന്ന് അറിയത്തില്ല, ഇപ്പൊ വീണ്ടും വന്നു തുടങ്ങി. എന്നിട്ട് എന്താ എന്റെ അടുത്തൊന്നും പറയാഞ്ഞേ? ഇല്ല, അങ്ങനെ പറയേണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ലല്ലോ ഇതുവരെ, അതുകൊണ്ടാ. ഇന്നലെ പറയാറുന്നല്ലോ. നീ വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ എന്നോർത്ത് പറയായിരുന്നോ? മോനെ എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലയോ? അമ്മൂമ്മ, ഡോക്ടറെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് പയ്യെ അങ്ങനെ മാറിക്കോളും. சரி, இப்படி தூக்கத்துல நடக்கும்போது இந்த வலியெல்லாம் எப்படி தெரியும்? இந்த வலியெல்லாம் எப்படி தெரியும்? ആന്റി, കണ്ണ് ഓപ്പൺ ആയിരിക്കും. നമ്മള് പക്ഷെ നല്ല ഉറക്കത്തിലായിരിക്കും. പ്രത്യേകിച്ചൊന്നും ഓർമ്മ കാണത്തില്ല പിറ്റേന്ന്. ஐயோ கஷ்டம்ல. ആന്റി, എനിക്കൊരു നല്ല കട്ടൻ ചെയ്ത് തരാം. ஓ, அதுக்கு என்ன, இப்பவே போட்டு கொடுக்குறேன். എന്റെ അടുത്തൊരു വാക്ക് പറയാറുണ്ട് ഇതിനെപ്പറ്റി. ഞാനേ എന്നാ ഫ്രഷ് ആവട്ടെ.